പഴക്കം ചെന്ന നരയും വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. ഇവിടെ ഞാൻ എടുക്കുന്നത് നോർമൽ ഹെയറിൻ്റെ അളവിനാണ്. നിങ്ങൾക്കിപ്പോൾ ലോങ് ഹെയറിനാണ് എങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. നമുക്ക് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് വേണ്ടത്. നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ്. ഞാനിപ്പം ബീട്രൂട്ട് പൗഡറാണ് എടുക്കുന്നത്. പൗഡർ എടുക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അടുത്തതായിട്ട് നമ്മുടെ മുടിയെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇൻഡിഗോ പൗഡർ എന്ന് പറയുന്നത്. ഇൻഡിഗോ പൗഡർ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂണോളമാണ് ഇൻഡിഗോ പൗഡർ നമുക്ക് വേണ്ടത്. ഇൻഡിഗോ പൗഡർ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പൗഡറാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ചേർക്കേണ്ടതാണ്. അങ്ങനെ ഹെന്ന പൗഡറും ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നെല്ലിക്ക പൊടിയാണ് ചേർക്കുന്നത്. അത് ഒരു 2.5 ടേബിൾ സ്പൂണോളം നെല്ലിക്ക പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കണം. കട്ട കെട്ടി കിടക്കാനായിട്ട് പാടില്ല. അങ്ങനെ പൊടികളൊക്കെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയിലവെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൊടികളെല്ലാം മിക്സ് ആക്കുന്നത്. തേയിലവെള്ളം നമ്മുടെ മുടിയെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അങ്ങനെ ഞാൻ തേയിലവെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ തേയിലവെള്ളം നിങ്ങൾക്ക് മുടി കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ തേയിലവെള്ളം ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. കട്ട കെട്ടി കിടക്കരുത്. പിന്നെ നമുക്ക് ലൂസ് ആവാനും പാടില്ല. ഒരു പരുവമുണ്ട്. അത് ആ ഒരു പരുവത്തിൽ ചെയ്താൽ നമുക്ക് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിയിൽ അത് പിടിക്കുക ഉള്ളൂ. എന്തായാലും ഈ കാണുന്ന രീതിയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത്, അതായത് നമ്മുടെ തേയിലവെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കി. കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് വേണം. ഒരു വിറ്റാമിൻ എ ക്യാപ്സൂളൂടെ ചേർക്കണം. വിറ്റാമിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനേക്ക് പരിഹാരം കണ്ടെത്താനാണ് വിറ്റാമിൻ എ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ പൊടികളൊക്കെ മിക്സാക്കി ഈ കാണുന്ന പരുവത്തിൽ കിട്ടും. ഇനി ഇത് മുടിയിൽ തേച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ നിങ്ങൾ കഴുകണം. ഉണങ്ങി അങ്ങ് പൊഴിഞ്ഞു പോകുന്നിടം വരെ വെക്കല്. ഒരു 20 മിനിറ്റോളം മുടിയിൽ വെക്കേണ്ടതാണ്. ഓയിലിൻ്റെ ഒരംശം കാണാൻ പാടില്ല. നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഓയിലിൻ്റെ അംശമുണ്ടെങ്കിൽ മുടിയിൽ ഇത് പിടിക്കില്ല. ഇത് നിങ്ങൾക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ മുടി നല്ല പോലെ പൂർണ്ണമായും കറുപ്പിക്കാം.